Hi, I am Divya Naveen. I am the founder of The Natural Hub located in Kadavandara. We specialize in landscaping services. We do service all over Kerala. അപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ ഫീച്ചർ പ്രസൻറ്റേഷനിൽ ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിൽ നമ്മൾ ചെയ്യുന്ന 4 സർവീസസ്. നമ്മൾ മെയിനായിട്ടും സോഫ്റ്റ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്സ്കേപ്പിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ്. ഓർണമെൻ്റൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രീസ് ഇൻക്ലൂഡഡ് ആണ്, ആൻഡ് സോഫ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഇൻക്ലൂഡഡ് ആണ്, ആൻഡ് ഫ്ലവറിങ് പ്ലാന്റ്സ് വരും, ലീഫി പ്ലാന്റ്സ് വരും. അപ്പോൾ ആസ് പെർ കസ്റ്റമർ സജഷൻ അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ ഒരു ഇൻപുട്ടും കൂടെ എടുത്തിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ സോഫ്റ്റ്സ്കേപ്പിങ്ങിനെ പറ്റി പറഞ്ഞില്ലേ. സോഫ്റ്റ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും വർക്കൗട്ട് ആവുമോ, വളരെ ഭംഗിയാണ് സോഫ്റ്റ്സ്കേപ്പിംഗ് കാണാൻ. പക്ഷേ നമുക്കൊരു വാക്ക് വേ വേണം, ഡ്രൈവ് വേ വേണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പം നമുക്ക് വാക്ക് വേയിൽ ഹാർഡ്സ്കേപ്പിങ്ങേ നമുക്ക് പോസിബിൾ ആവത്തുള്ളൂ. അപ്പം നമുക്ക് ഹാർഡ്സ്കേപ്പിംഗ് ചെയ്യാനും നമ്മുടെ ഒപ്പം നല്ലൊരു ടീമുണ്ട്. ഹാർഡ്സ്കേപ്പിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് വരുന്നത്. അതിൽ കടപ്പയുണ്ട്, താന്തൂരുണ്ട്, അതുപോലെ ബാംഗ്ലൂർ സ്റ്റോൺസ് ഉണ്ട്, ദെൻ ഇൻ്റർലോക്കും ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ നല്ല സൂപ്പറായിട്ട് പുല്ലുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ നമ്മളൊരു വാക്ക് വേ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രൈവ് വേ ക്രിയേറ്റ് ചെയ്യും. That is maintenance free also. നമ്മൾ സോഫ്റ്റ്സ്കേപ്പിങ്ങിനെ പറ്റിയും അതുപോലെ ഹാർഡ്സ്കേപ്പിങ്ങിനെ പറ്റിയും പറഞ്ഞു. വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ കോർട്ട്യാർഡ്, മുറ്റവും വാക്ക് വേയും പാത്ത് വേയും ഒക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചു. മെയിൻ്റനൻസ് അതൊരു മെയിൻ പാർട്ടല്ലേ. നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് സ്കീമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ചെടിയൊക്കെ വളരെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വളരെ ഷേപ്പിൽ ഭംഗിയാക്കി നിർത്തിയേക്കുന്നില്ലേ. ഇതൊക്കെ നമ്മുടെ സർവീസിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരല്ലേ, നമുക്ക് വളരെ മിതമായ സ്ഥലങ്ങളേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് വളരെ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അതിനൊരു വലിയൊരു എക്സാമ്പിളാണ്. ഇത് നമ്മളൊരു ചെറിയ പോണ്ട് ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒപ്പം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്, ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്. ഇതിൽ കിളികൾക്ക് വരാം, വെള്ളം കുടിക്കാം. അങ്ങനെ നമ്മൾ പ്രകൃതിയെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ ലാൻഡ്സ്കേപ്പിങ്ങും ചെയ്യുന്നത്. We are into this for last 5 years. നമ്മളിപ്പം ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിംഗ് കൺസൾട്ടേഷൻ ചെയ്യും, എക്സിക്യൂഷൻ ചെയ്യും, ആൻഡ് ആഫ്റ്റർ സർവീസ്. ഇത് 3ആണ് നമ്മൾ ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊരു കൺസൾട്ടേഷൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾക്കൊരു പ്ലാൻ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ പ്ലാനിൻ്റെ ഒപ്പം തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിനും ഒരു പ്ലാൻ ഉണ്ടാവും. അതിന് നമ്മൾ ആർക്കിടെക്റ്റ് അതിനൊരു ഡിസൈൻ തരുമ്പം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള എന്ത് പ്ലാന്റ് സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പേവിങ് സ്റ്റോൺസ് സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ബ്ലോക്സ് സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ വേണം. അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കൺസൾട്ടേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വിഷമുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിച്ച് നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങളുമുണ്ട് അല്ലേ. അപ്പം എല്ലാ ആർക്കിടെക്ട്സും അല്ലെങ്കിൽ എല്ലാ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്തും നമ്മളൊരു വെജിറ്റബിൾ ഗാർഡൻ, അതിപ്പോൾ ഈവൻ ഫ്ലാറ്റ് ആയിക്കോട്ടെ, ഫ്ലാറ്റിലാണെങ്കിലും നമ്മുടെ വെജിറ്റബിൾ ഗാർഡന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നമ്മളെപ്പോഴും കണ്ടെത്തേണ്ടതുണ്ട്. അതും നമ്മൾ ചെയ്യുന്നതാണ്.
We do our services from residential gardens to larger scale commercial projects.